അവിടെ ജയിക്കും 100%. പത്രക്കാരോട് മാത്രമേ നുണ അറിയുള്ളൂ. നല്ലൊരു നേതാവിനെ കിട്ടിയ സന്തോഷത്തിലാണ് ഞങ്ങൾ. സ്വരാജ് അൻവർ വന്നോണ്ട് ഒരിക്കലും CPM ഭയമല്ല. അൻവറാക്കിക്കരം ഒരു MLA എങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ഞാൻ പ്രകാണ്ട്. ഷൗക്കത്തിന്റെ വോട്ടിനെ പിടിക്കുക. ഷൗക്കത്തിന്റെ വോട്ട് ലീഗിന്റെ വോട്ടാണ് അവർ കൂടുതൽ പിടിക്കുക. സ്വരാജ് ജയിക്കും. നിലമ്പൂരിൽ സ്ഥാനാർത്ഥികളായി പ്രചാരണം തകൃതിയായി നടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂരിലെ മരത്തിന് ജോലി ചെയ്യുന്ന കുറേ തൊഴിലാളികളുടെ കൂടെയാണ്. എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് തന്നെയാണ് ചർച്ച, ഇലക്ഷൻ തന്നെയാണ് ചർച്ച. ഇവിടെയും അത് തന്നെയാണ് സ്ഥിതി. എന്തായാലും നിലമ്പൂരുകാരുടെ മനസ്സിൽ എന്താണ് എന്ന് നോക്കാം. എന്താ സ്ഥിതി? സ്വരാജ് ജയിക്കും വൻ ഭൂരിപക്ഷത്തോടു കൂടി. അല്ല, അൻവറാക്ക വന്നാൽ അൻവറാക്കാരാണ്, ഒന്നുമില്ലാത്ത ഒരാളാണ്. എന്ത് സ്വരാജ് ജയിച്ചു 10,000 വോട്ടിന്. സ്വരാജ് ജയിക്കും. കാര്യം എന്താണോ, അയാള് നല്ലൊരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരുടെ താല്പര്യമില്ല. ബൈപ്പാസ് എന്നിട്ട് ബൈപ്പാസിന്റെ ഒരു അനക്കുണ്ടായിട്ടുണ്ട് ഇവിടെ. ഏത് അല്ല എന്തോ പറയുന്നത് എന്താ പറഞ്ഞേ? ഈ ബൈപ്പാസ് ശരിയാക്കാരനാണ് ഓലി ഭരണത്തിൽ കയറിയത്. എവിടെ ബാപ്പുട്ടിയെ ജയിക്കും. അവിടെ ജയിക്കും 100%. അൻവർ വന്നോണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടാവോ? ആദ്യം LDF അല്ലടോ. എങ്ങനെ LDF എന്നാണ് വോട്ടായിക്കോ പോവുക. കഴിഞ്ഞ പ്രാവശ്യം പ്രകാശിന് എത്ര വോട്ടിന് തോറ്റ്? ആ വോട്ട് ഇങ്ങോട്ട് തന്നെ കിട്ടും. ആരുടെ ബാബുട്ടിയാണെങ്കിലോ കാരണം എന്താ? കാരണം ബാബുട്ടിക്ക് ഇവിടെ അത്രയും വികസനം കൊടുത്തേക്കണേ. ഇവിടെ കണ്ടിട്ടല്ല ആരും കണ്ടിട്ടില്ല. ബാബുട്ടിയൊക്കെ അന്നും ഉണ്ട്, തോറ്റിട്ടും ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. എത്ര വോട്ട് ജയിക്കും? ഒരു 5,000ന്റെ മുകളിൽ എന്തായാലും ജയിക്കും. ഓല് പറഞ്ഞ എല്ലാവരും ഇവര് പത്രക്കാരോട് മാത്രമേ നുണ അറിയുള്ളൂ. ഇതാണ് ഞങ്ങളെ ക്യാപ്റ്റൻ. അൻവർ വന്നോണ്ട് ഒരിക്കലും CPM ഭയമല്ല. നട്ടപ്പാതിൽ കാലുടിച്ചാൻ പോയത് രാഹുൽ മാങ്കൂട്ടാണ്. അത് കോൺഗ്രസിന്റെ ഭയം കൊണ്ടാണ്. സ്വരാജിനോടുള്ള ഭയം കൊണ്ട്, CPM ഭയം കൊണ്ട്. ആണോ? സ്വരാജിനോട് ഭയമാണോ? ആർക്ക് ഭയം? സ്വരാജ് ഓന്റെ മണ്ഡലത്തിൽ നിന്നാ തന്നെ വെച്ചില്ല, അവന്റെ വാർഡിൽ നിന്ന്. അല്ല, എന്തായിരിക്കും സ്ഥിതി? നമ്മളൊന്നും പറയാനില്ല. നമ്മളെ കരുളായി റോഡൊക്കെ, കരുളായി നിലമ്പൂർ നെടുങ്ങാൻ റോഡ് 10-35 കൊല്ലമായി ഇവിടെ ഒന്നുമില്ല. ആകെ ഇപ്പൊ അൻവർ വന്നാരെ, ഇടതുപക്ഷം വന്നാരെ അത് സൂപ്പറാണ്. പോയോക്കി നിങ്ങൾ ആ റോഡൊന്ന് പോയോക്കി. അൻവറും കുറെ വോട്ട് പിടിക്കും. അൻവർ വോട്ട് പിടിക്കുമല്ല, അത് പാർട്ടിന്റെ വോട്ട് കൊണ്ടാണ് ചോദിച്ചത്. അൻവറിനായിട്ട് പ്രത്യേകിച്ച് വോട്ടൊന്നുമില്ല. ഓൻ അടുത്ത മണ്ഡലക്കാരനാണ്. എത്ര വോട്ട് പിടിക്കും? അൻവർ എന്താ എങ്ങനെ പറഞ്ഞാൽ 5,000 അല്ലെങ്കിൽ 10,000 കൂട്ടാ, അത്രേ ഉള്ളൂ. എന്തായിരിക്കും സ്ഥിതി? ഇന്ന് നിലമ്പൂർ മണ്ഡലത്തിൽ ഏറ്റവും അനുയോജ്യമായ 3 നേതാക്കന്മാരാണ്. അൻവറിനെ തരം താത്താൻ പറ്റൂല, സ്വരാജിനെ തരം താത്താൻ പറ്റൂല, ബാപ്പുട്ടിനെ തരം താത്താൻ പറ്റൂല. 3 പ്രഗത്ഭരായ നേതാക്കന്മാരാണ്. 3 നിലമ്പൂരിന് ആവശ്യമാണ്. 9 കൊല്ലത്തെ സേവനത്തിന് നല്ല സേവനം ചെയ്ത അൻവറുണ്ട്, നല്ല സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സുഖത്തുണ്ട്, നല്ല സേവനം ചെയ്യുന്നുള്ള വിശ്വാസമുള്ള സ്വരാജുണ്ട്. അല്ല, ഒരാളെ മാത്രമേ തിരുവനന്തപുരത്തേക്ക് അയക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ നല്ല വ്യക്തിനെ തിരഞ്ഞെടുക്കുന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അത് ഇക്കാരം നടക്കുക. അൻവറാക്കിക്കരം ഒരു MLA എങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ഞാൻ പ്രകാണ്ട്. ഈ അൻവർ ഇവിടെ 9 കൊല്ലം വന്നോണ്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. വേറൊന്നും ഒരു പഞ്ചായത്തിൽ ചെയ്താക്കണം. ഈ റോഡ് എല്ലായിടത്തും റോഡും പാലമാണ്. UDF LDF കൂടെ നിൽക്കാതെ ഒറ്റക്ക് നിന്നാ ജയിക്കും. ജയിക്കണ്ടേ? വികസനം കണ്ടിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ, ചെയ്തിട്ടില്ലെങ്കിൽ വേണ്ട. സ്വരാജ് വരുന്നതിന് മുമ്പ് ഇവർക്ക് ഞങ്ങൾ വോട്ട് തന്നെ ചെയ്യാൻ പോകണില്ല. ഈ മാർഗിസ്റ്റാർ പറഞ്ഞിരുന്നത് വോട്ട് തന്നെ ചെയ്യാൻ പോകണില്ല, അല്ലാന്നുണ്ടെങ്കിൽ ആരാണ് ഉള്ളിൽ കൂടെ കുത്തും ഇതേ പറഞ്ഞിരുന്നത്. ഇപ്പോൾ സ്വരാജ് വന്നപ്പോഴാണ് അവർക്കൊന്ന് ഉഷാറായത്. അത് ആ ഉഷാറ് വോട്ടെടുപ്പ് കഴിയുമ്പോഴേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു നേതാവിനെ കിട്ടിയ സന്തോഷത്തിലാണ് ഞങ്ങൾ. സ്വരാജ് അതേമാതിരി നിലമ്പൂരിൽ 7 കൊല്ലം കാണാത്ത വികസനം ഒരുപാട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ക്യാമറ ആയിട്ട് പോയാൽ ഒരുപാട് നിങ്ങൾക്ക് കാണാം. നിലമ്പൂര്, കരുളായി, മാനവേദ സ്കൂള്, എല്ലാ വികസനവും ഇവിടെ ഈ 7 കൊല്ലത്തിലേ നടന്നിട്ടുള്ളൂ. 10-30 കൊല്ലം ആര്യാടൻ്റെ ബാപ്പ ആര്യാടൻ മുഹമ്മദ് ഭരിച്ചു. എന്തിവിടെ ഉള്ളത്? ഒരു പാലം ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയെ പഠിക്കാൻ വളരെ വൈകി. കുറെ പേരുടെ പേരൊക്കെ വന്നു കേട്ടെ. അത് 6 പേരും വന്നിട്ടില്ല. പാർട്ടി ഒരാൾ നിയമിച്ചു, അത് ഞങ്ങൾ സ്വീകരിച്ചു, അത്ര. അൻവർ പിടിക്കുന്ന വോട്ട് ആരെയെ ബാധിക്കുക? അൻവർ വോട്ട് പിടിക്കുന്നത് 2 കൂട്ടരും ബാധിക്കും. അതുകൊണ്ട് CPM-ന് എന്താ പറയാ, LDF-ന് അതിന് ബുദ്ധിമുട്ട് വരില്ല. അതായത് ഷൗക്കത്തിന്റെ വോട്ടായിരിക്കും കൂടുതൽ പിടിക്കുക. ഷൗക്കത്തിന്റെ വോട്ടിനെ പിടിക്കുക. ഷൗക്കത്തിന്റെ വോട്ട് ലീഗിന്റെ വോട്ടാണ് അവർ കൂടുതൽ പിടിക്കുക. എന്തായിരിക്കും സ്ഥിതി? എന്താ ചോദിക്കാം, നമ്മള് മറ്റേ
സ്വരാജിൻ്റെ ഒപ്പമാണ്. ആ തീർച്ചയായിട്ടും സ്വരാജ് ജയിക്കണം എന്നുള്ളൊരു ചിന്തപ്പാടിലാണ് നമ്മൾ. ജയിക്കും നിർബന്ധമായി. അൻവറിന്റെ സ്ഥിതി എന്താ? അൻവറിൻ്റെ സ്ഥിതി പറയാൻ വയ്യ. രണ്ട് കൂട്ടരിലും അടി പോയ വട്ടാണ്. പോവും. UDF-ന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ എന്തായാലും മെച്ചപ്പെട്ടു. എന്താ സ്ഥിതി എന്താ ഇത്തവണ? പുതിയ പൈസക്കാരും കിട്ടാത്തതുകൊണ്ട് സ്വരാജ് ഇവിടെ വന്നതാണ്. അൻവർ നിന്നുകൊണ്ട് LDF-ന്റെ കണ്ടമാനം വോട്ട് ചോരും. അൻവറിനെ അനുകൂലിക്കുന്ന ഒരുപാട് LDF ഉണ്ടായിരുന്നു. അതുകൊണ്ട് വോട്ടൊക്കെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അല്ല, അൻവർ LDF-ന്റെ വോട്ട് പറയാൻ പിടിക്കും, തീർച്ചയായിട്ടും പിടിക്കും. ഇപ്പോഴും അനുകൂലിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഒപ്പം മൂപ്പര് പറഞ്ഞില്ല 40,000 വോട്ട്, അത് കറക്റ്റ് ആയിരിക്കും. അതിൻ്റെ മുന്നേ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ ആര് ജയിക്കുന്നപ്പോൾ നിങ്ങളുടെ തോന്നല് കാഴ്ചപ്പാടിൽ ശരി, നിങ്ങളെ മനസ്സിലുള്ളത് ഞങ്ങളെങ്ങനെ പറയൂ? നിങ്ങളെ ജോലിയല്ലേ, ഇതേമാതിരി നമ്മളെ ജോലിയല്ലേ, നമ്മൾ തീരുമാനിക്കാം. ആക്കം പോലെ സമയം വരട്ടെ, ഒക്കെ തീരുമാനം. ഈ ഇതുണ്ടോ, വോട്ടുണ്ടോ? കേട്ടില്ല. ഇവിടെ വികസനം നടത്തിയതാരാ? സ്കൂള് പൂട്ടും പറഞ്ഞേന് മഞ്ചാണ്ടി സ്കൂളൊക്കെ ഇപ്പം എന്താ സ്ഥിതി അല്ലേ? വർക്കിന്റെ അടിയിലും സ്വരാജ്. ആരാ ജയിക്കും? സ്വരാജ് ജയിക്കും. രാജറാണിയില് സ്വരാജിനെ നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് അയക്കും? ആയിരിക്കും, തീർച്ചയായിട്ടും പോയിരിക്കും. അങ്ങനെയാണ് എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് തന്നെയാണ് ചർച്ച. ചൂടേറിയ ചർച്ചയാണ്. അത് ജോലി സ്ഥലത്തായിക്കോട്ടെ, ചായക്കടയിലായിക്കോട്ടെ, എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് ചർച്ച മാത്രമേ ഉള്ളൂ. എന്തായാലും ഓരോ വിഭാഗവും പറഞ്ഞ് അവിടെ സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്ന്, അൻവറും വലിയ വോട്ട് പിടിക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പ് ചൂട് തന്നെയാണ് നിലമ്പൂർ. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, നിലമ്പൂർ.